ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാളത്തെ റിവ്യൂ നമ്മളുടെ ചെമ്പന്നീർ പൂവിൻ്റെ റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അത് അങ്ങനെ ഗംഭീരമായിട്ടൊക്കെ ആഘോഷിക്കേണ്ട. അതിനിടയ്ക്ക് നമ്മുടെ ശരത്ത് വരുന്നുണ്ട് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ അച്ചമ്മ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ സച്ചി വല്ലാണ്ട് കടന്ന് ബഹളം വെക്കില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ജസ്റ്റ് റിവ്യൂ മാത്രമേ കണ്ട റിവ്യൂ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെ, പക്ഷേ അച്ചമ്മ പറയുന്നുണ്ട് ഇന്നത് ഇവരുടെ കല്യാണം കഴിഞ്ഞ ദിവസമെല്ലാം കൊണ്ട് ഇവർ ഒരാൾ ടെറസിലും ഒരാൾ ഇവിടെ ഹാളിലും കിടക്കുന്നത് ശരിയല്ല. അത് എത്ര നാൾ വെച്ചിട്ടാണ് ഈ കുട്ടികൾ ഇങ്ങനെ കിടക്കുന്നത്? ഇന്ന് ഒരു കുട്ടി റൂം മാറി കൊടുക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് വലിയ പിടുത്തില്ല. കാരണം അച്ഛന് റൂം കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും കൊടുക്കാൻ കൂട്ടാക്കാത്ത ആളായി. എനിക്ക് താഴെ കിടക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂം കൊടുക്കാത്ത ആളാണ്. പക്ഷെ ഇന്ന് ശ്രുതിയുടെ ഒരു കളിയും നടക്കുന്നില്ല. അച്ഛമ്മ പറഞ്ഞു റൂം മാറി കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ബെഡ്ഷീറ്റും തലെണ്ണയും എല്ലാം കൂടെ കൂട്ടിക്കെട്ടി പെറുക്കി ശ്രുതിയുടെ തലയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കൊണ്ടുപോയി അവിടെ പോയി കടന്നു എന്നും പറഞ്ഞ് വിടുന്നുണ്ട്. ചന്ദ്രയും രവിയും കൊടുക്കൂല, ചന്ദ്രയും രവിയും റൂം മാറി കൊടുക്കൂല. അപ്പോൾ അതിനൊക്കെ ശ്രുതിയും കൂടിയാണ് റൂമൊക്കെ മാറ്റി കൊടുക്കുന്നത്. പിന്നെ കാണുന്നത് അവരുടെ കട ഉദ്ഘാടനത്തിനാണ്. അപ്പോൾ അച്ഛമ്മ അങ്ങനെ ആരതി ഒഴിനൊക്കെ ഇട്ടിട്ട് നമ്മളെ രേവതിനെയും സച്ചിനെ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ദഹിക്കുന്നില്ല മറ്റേ ചന്ദ്രയ്ക്ക് അത്രയ്ക്ക് ദേഷ്യമാണ്. അത് നേരെ മറിച്ച് ശ്രുതിനെയും ശ്രീകാന്തിനെയും വശ്യനെയും കാണിക്കണ കായമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ ഉദ്ഘാടന ദിവസമാണ്. ഉദ്ഘാടനത്തിന് എല്ലാവരും ഉണ്ട്. പിന്നെ ഉദ്ഘാടക ചന്ദ്രനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്താവോ കടയുടെ അവസ്ഥ എന്താവോ എന്ന് അറിയാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ രവിയുടെ 50 ലക്ഷം പോവും, അല്ലെങ്കിൽ കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ട്. അങ്ങനെ ഉദ്ഘാടന ദിവസമൊക്കെ വന്ന് ചന്ദ്രയൊക്കെ നന്നായി അടിപൊളിയായി ഒരുങ്ങി പുറപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്. മഹിമയും ഒക്കെ ഉണ്ട് ഉദ്ഘാടന ദിവസം. എല്ലാവരെയും ക്ഷണിച്ച് വരുത്തിയത് ഗംഭീരമായിട്ടാണ് ഉദ്ഘാടിക്കുന്നത്. കാരണം നമ്മുടെ ഫുൾ സൂട്ടിലൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ശ്രുതി നിൽക്കുന്നത്. അപ്പോൾ സന്തോഷകരമായ കുറേ നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ട് അടുത്ത വരാൻ പോണ എപ്പിസോഡിൽ. അതുകൊണ്ട് നമുക്ക് കണ്ടു കാണാം എന്തൊക്കെയായി തീരുമോ എന്തോ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് ഈ അടുത്ത ആഴ്ചത്തെ സീരിയൽ മുഴുവനായിട്ട് കാണുക. അതുപോലെ ഞാൻ പറയുന്ന റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നിർത്തി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഒരു ശുഭരാത്രി ആശംസിക്കുന്നു. നല്ല മഴക്കാലമാണ്, സൂക്ഷിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.